നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളില്ലാത്ത പഴയ കാലത്ത് ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയായിരുന്നു അക്കാലത്ത് തീർത്ഥാടകർ ഇത് അറിഞ്ഞിരുന്നത്. സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കുംഭമേള സുഖമായി നടന്നിരുന്നു. ശാക്യന്മാരും മൗര്യന്മാരും ഗുപ്തന്മാരും മറാഠകളുമെല്ലാം നാടുവാണ് മറിഞ്ഞു. തുടർന്ന് അധിനിവേശ ശക്തികളായി ഡൽഹി സുൽത്താൻമാരും മുഗൾ രാജവംശവും എത്തി. ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ആധിപത്യങ്ങളുമെല്ലാം വന്നു. ഈ കാലത്തെല്ലാം കുംഭമേള ഒരു മഹാപ്രവാഹമായി തുടർന്നു. പല കാലങ്ങളിൽ വിവിധ ഹിന്ദു ആചാര്യന്മാർ പല സംഘങ്ങളെ നയിച്ചു. അഖാഡകൾ അതിൽ വലിയ പങ്ക് വഹിച്ചു. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള, 144 വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. പാലാഴി മദനത്തിന്റെ പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി, യുദ്ധമായി. 12 ദിവസം അത് തുടർന്നു. അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലായിരുന്നു ആ സ്ഥലങ്ങൾ. ആ സങ്കല്പത്തിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത്. ഇവിടെ കുംഭമേള കാലത്ത് സ്നാനം ചെയ്യുമ്പോൾ അമൃത് ഉള്ളിലെത്തുമെന്നാണ് സങ്കല്പം. ഇതിനെല്ലാം പുറമെ നിരവധി പ്രാദേശിക ഐതിഹ്യങ്ങളും കുംഭമേളയുടെ ഭാഗമായിട്ടുണ്ട്.